ഹലോ മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോയിലൂടെ ഐഫോൺ ഡിസേബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ അൺലോക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിൽ 2-3 സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു, അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് സ്വന്തമായി മൊബൈലിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ലോക്കും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് വയ്യായി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഐഫോൺ ഡിസേബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഐഫോണിൻ്റെ സീരിയൽ നമ്പർ എന്ത് ചെയ്യുക, നമുക്കൊരു സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ വീട് ബൈ ഐഫോൺ എന്ന് പറഞ്ഞാൽ ഐഫോണിൻ്റെ ഐക്ലോഡ് ഓണാണോ അല്ലയോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതേപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ വേണം നമ്മളെ കമ്പ്യൂട്ടറിൽ, അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്കും ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് നമ്മൾ ഫസ്റ്റ് മൊബൈൽ നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ റിക്കവറി മോഡിൽ ചെയ്യണം. റിക്കവറി മോഡിൽ ഇടണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്നാൽ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത കേബിൾ ഫോണിൽ കണക്ട് ചെയ്ത ഉടനെ വോളിയം ഡൗൺ ബട്ടൺ ജസ്റ്റ് 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡിറ്റക്റ്റ് ചെയ്യും. ആ ഡിറ്റക്റ്റ് ചെയ്താൽ അതിൻ്റെ സീരിയൽ നമ്പർ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഷോ ചെയ്ത് കാണിക്കും. അപ്പോൾ സീരിയൽ നമ്പർ ജസ്റ്റ് കോപ്പി ചെയ്യുക. ഞാൻ ഈ കാണുന്നവരെ അൺലോക്ക് എന്നുള്ള ഒരു ഇതാണ് സൈറ്റാണ്. ആ സൈറ്റിൽ പോയി ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് സീരിയൽ നമ്പർ പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്യൂ സെക്കൻഡ് എടുക്കും. ലോഡ് ചെയ്തിട്ട് നമ്മളെ വ്യൂ ആവും, നമ്മുടെ ഫോണിന് വ്യൂ ആവും ഏത് മോഡലാണ്. അതേപോലെ തന്നെ ഫീഡ് മൈ ഐഫോൺ ഓണാണ് ഓഫാണ്. ഇതിപ്പോൾ ഈ ഫോൺ iPhone 7 ആണ്. അതേപോലെ തന്നെ ഫീഡ് മൈ ഐഫോൺ ഓഫാണ്. അപ്പം FMI ഓഫ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിസ്റ്റമാണ്. എന്നാൽ ഗ്രീനിലാണ് കാണിക്കുക ഓഫ് എന്നുള്ളത്. അപ്പോൾ ഓഫായ സാധനത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ധൈര്യമായിട്ട് സ്റ്റെപ്പ് മുമ്പോട്ട് പോവുക. ഇതിൽ കാണിക്കുന്നത് നെക്സ്റ്റ് ചെയ്യേണ്ടത് തന്നെ ഫ്ലാഷ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടായ സോഫ്റ്റ്വെയറുകൾ കാണും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി 15.1 എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിൻ്റെ നെക്സ്റ്റിലേക്ക് പോകുക. അത് നെക്സ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് താഴെ 3 ഓപ്ഷൻ ഉണ്ടാവും. എന്നാൽ ഈ റിക്കവർ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ ക്വിക്ക് ഫോർമാറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് സെൻറ്ററിലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റിൽ സെലക്ട് ചെയ്താലും ചിലപ്പം പാസ്വേഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വാണിങ്ങുകൾ കാണിക്കും. കാരണം എന്തെല്ലാം ഇതിൻ്റെ ഏത് സോഫ്റ്റ്വെയറാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഏത് മോഡലാ കാര്യങ്ങളെല്ലാം അതിൻ്റെ ജസ്റ്റ് പിന്നെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ സ്റ്റാർട്ടാവും. എന്നാൽ സോഫ്റ്റ്വെയർ ചെയ്യാനുള്ളത് സ്റ്റാർട്ടാവും. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. കാരണം എന്തായാലും ഒരു 30 to 45 മിനിറ്റ്സ് എന്തായാലും ഇതെടുക്കും. ഇത് കംപ്ലീറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്യുന്നുണ്ട് ഞാൻ കൂടുതൽ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങളെ കയ്യിൽ ഇതുപോലെ ചെയ്തിട്ട് നമ്മളെ ജിമെയിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, ഐക്ലോഡിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, iPhone Xന് താഴോട്ടുള്ള ഫോണാണെങ്കിൽ ബൈപ്പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടും. അതിനെ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. കാരണം Xന് മുകളിലുള്ള സാധനം ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. അത് പെർമനൻ്റ് അൺലോക്കാണ് പറ്റുക. അത് കുറച്ച് ചെറിയ ബിഗ് എമൗണ്ട് വരും. അത് 10K മുകളിലായിട്ട് വരും. അപ്പോൾ നമ്മുടെ iPhone Xന് താഴെയുള്ള എല്ലാ ഫോണും ഇതേപോലെ തന്നെ അൺലോക്ക് ചെയ്യാൻ പറ്റും. FMI ഓഫായ സാധനം, ഓണായ സാധനം പെർമനൻ്റ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അതിന് ചെറിയ എമൗണ്ടാണ് വരുന്നുള്ളൂ. നിങ്ങൾ അതേപോലെ തന്നെ ഇത് iPhone FMI ഓഫ് അല്ലെങ്കിൽ ഐക്ലോഡ് ഫോണിൽ ഇതേപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെയിൽ അടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റീപ്ലൈ തരും. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണത്. ജസ്റ്റ് നിങ്ങളെ സീരിയൽ നമ്പർ മാത്രം മതി, നമുക്ക് പെർമനൻ്റ് ആയിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബൈപ്പാസും ചെയ്യാൻ പറ്റുന്നതാണ്. iPhone Xന് താഴെയുള്ള ഫോണെല്ലാം ബൈപ്പാസും ചെയ്യാനാവും. അത് നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങളെ ഒരു സീരിയൽ നമ്പർ മാത്രം എനിക്ക് അയച്ചു തന്നാൽ മതി. അത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയർ കൊടുത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അത് ചെറിയ എമൗണ്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പറയുക, ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇപ്പോൾ 80% ആയി. ഇത് കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫോൺ റീസ്റ്റാർട്ടായി നോർമലായി തന്നെ എന്താവും. പിന്നെ ഇത് സോഫ്റ്റ്വെയർ ചെയ്ത പോലെ തന്നെ ഈ ആപ്പിൻ്റെ ലോഡായിട്ട് വരും. ഇതോടെ നമ്മൾ എന്തായി, പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. പിന്നെ നെക്സ്റ്റ് അടിച്ച് പോകാനുള്ളൊരു വിഷയമുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് ഇനി നെക്സ്റ്റ് ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഉപകാരപ്രദമായിരിക്കും. ജസ്റ്റ് ചെറിയൊരു ഇൻഫർമേഷൻ മാത്രം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെക്കാനുള്ള വീഡിയോസാണ് ഞാൻ അധികം ഇടുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ള് വാച്ച് ചെയ്യുക. അതേപോലെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടും കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ ഇടുക. അതേപോലെ തന്നെ ഏതെങ്കിലും ഇതുപോലെ തന്നെ ഫോൺ ലോക്കായിട്ടുള്ള അല്ല മറ്റേതെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ജസ്റ്റ് ഇനി മറ്റേ റീബോട്ട് ആകുന്നുണ്ട് ഫോണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ലോഡ് ആകുന്നുണ്ട്. ഇതും ഫോർവേഡ് ചെയ്യുന്നതാണ്, ഞാൻ കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായി ഇത് സോഫ്റ്റ്വെയർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇനി നമ്മൾ ഓണായിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഫോണ് കയ്യിലെടുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ സീരിയൽ നമ്പർ കാണുന്നത് നമ്മൾ അടിച്ച സീരിയൽ നമ്പർ തന്നെയാണ്, ഫോണ് മാറിയിരിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ലാംഗ്വേജ്, കൺട്രി, അതുപോലെ തന്നെ എല്ലാം നെക്സ്റ്റ് അടിച്ച് ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈഫൈ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. വൈഫൈ കണക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പാസ്വേഡ് അടിക്കുക. അങ്ങനെ സെർവറിന് ഇത് എന്ത് ചെയ്യണം, കണക്ട് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ. അതെല്ലാം ഐഫോണിൻ്റെ സിസ്റ്റം ഇങ്ങനെ തന്നെയാണ്. എന്നാൽ ഐഫോൺ സെർവർ കണക്ട് ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. ഇതിലൊരു ഫ്യൂ സെക്കൻഡ് എടുക്കും. കാരണം എന്നാൽ ഇത് ആക്ടിവേഷൻ ചെയ്യേണ്ട ഇതാണ്. ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും പ്രശ്നങ്ങളുള്ള ഫോണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനുള്ള സൊല്യൂഷനായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. നമുക്ക് പാസ്വേഡ് ചോദിക്കും. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു പാസ്വേഡ് കൊടുക്കുന്നില്ല. നോ ഡാറ്റ ബാക്കപ്പ്, ഡോണ്ട് അപ്ലൈ ഐ ഡി, അഗ്രി, കണ്ടിന്യൂ എല്ലാം ജസ്റ്റ് ഫോർവേഡിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ സ്ലോയിൽ ചെയ്താൽ മതി. അപ്പോൾ എന്തായി, നമ്മുടെ ഫോണ് നോർമലായി ഓണായി. നമ്മൾ ഡാറ്റാസോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ ഐഫോണിൻ്റെ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ ബെസ്റ്റ് ഫോണാണ്. അതുപോലെ തന്നെ ആ ലോക്കായി കഴിഞ്ഞാൽ ആ ലോക്ക് തുറക്കാണ്ട് അതിൻ്റെ ഉള്ളിലൊരു ഡാറ്റാസ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫ്ലാഷ് ചെയ്തതാണ്, സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്തായതുകൊണ്ട് നമ്മളെന്താവും, ഡാറ്റാസ് മൊത്തം ലോസ് ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ്